back to Flavours of Sruthy's World. നമ്മൾ ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് ഒരു ഗ്രേപ്പ് ചീസ് കേക്കാണ്. ബീറ്ററോ ഓവനോ ഒന്നും യൂസ് ചെയ്യാതെ നമുക്ക് വീട്ടിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ചീസ് കേക്ക്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് കാണാം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ബേസ് പ്രിപ്പറേഷനാണ്, 3 ലെയറുള്ള കേക്കാണ്. അതിൻ്റെ ബേസ് പ്രിപ്പറേഷനായിട്ട് 12 ബിസ്ക്കറ്റ്സ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നന്നായിട്ട് ഇതുപോലെ പൊടിച്ചെടുക്കണം. എന്നിട്ട് 2-3 ടേബിൾ സ്പൂണോളം മെൽറ്റ് ചെയ്തിട്ടുള്ള ബട്ടർ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കാം. നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു മോൾഡിലേക്ക്, ഒരു കേക്ക് ടിന്നിലേക്ക് ഇട്ട് കൊടുക്കാം. എല്ലായിടത്തേക്കും ഒരുപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഒരു ഗ്ലാസോ ബൗളോ വെച്ച് ഇതുപോലെ നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കണം. ഇനി ഈ ബേസ് നമുക്ക് 30 മിനിറ്റ് നേരം ഫ്രിഡ്ജിൽ വെച്ചൊന്ന് സെറ്റാക്കി എടുക്കണം. ആ ടൈമിൽ നമുക്ക് രണ്ടാമത്തെ ലെയർ തയ്യാറാക്കാം. അതിനായിട്ട് ഒരു 1/2 കപ്പ് വെള്ളം തിളപ്പിച്ച് അതിലേക്ക് അഗർ അഗറിൻ്റെ പൗഡർ 1 ടീസ്പൂൺ ഇട്ട് കൊടുത്ത് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഒരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. എന്നിട്ട് വേറൊരു പാൻ എടുത്ത് അതിലേക്ക് 1 കപ്പോളം പാൽ ഒഴിച്ചു കൊടുത്ത് 1/2 കപ്പ് പഞ്ചസാരയും ഇട്ട് കൊടുത്ത് നന്നായി മിക്സ് ചെയ്യുക. അതിലേക്ക് 1 ടേബിൾ സ്പൂണോളം കോൺഫ്ലോറും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായി മിക്സ് ചെയ്യാം. അപ്പം നമ്മുടെ പാല് നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന അഗർ അഗറിൻ്റെ മിക്സും കൂടി ആഡ് ചെയ്ത് നന്നായി മിക്സ് ചെയ്യാം. അടുത്തായിട്ട് ഇതിലേക്ക് 200 ഗ്രാമോളം ഹെവി ക്രീം ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അടുത്തതായിട്ട് ഇതിലേക്ക് 200 ഗ്രാമോളം ക്രീം ചീസ് ആഡ് ചെയ്ത് കൊടുക്കാം. റൂം ടെമ്പറേച്ചർ എത്തിയതിന് ശേഷം ആഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. ഇതുപോലെ എൻ്റെ റൂം ടെമ്പറേച്ചറിൽ എത്തിയിരുന്നില്ല. അപ്പോൾ നമുക്ക് മിക്സ് ചെയ്ത് ഉടച്ചെടുക്കാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. ഓക്കെ, അപ്പോൾ നന്നായി മിക്സ് ചെയ്തെടുക്കുക. അല്ലെങ്കിൽ ഇത് തണുത്തതിന് ശേഷം ഒന്ന് മിക്സിയിലിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കുക. ഓക്കെ, നന്നായി മിക്സ് ആയതിനു ശേഷം കട്ടകളൊക്കെ ഉടഞ്ഞതിന് ശേഷം നമുക്ക് സ്വിച്ച് ഓഫ് ചെയ്ത് തണുക്കാനായിട്ട് വയ്ക്കാം. തണുത്തതിന് ശേഷം നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരുന്ന ഫ്രിഡ്ജിൽ വെച്ച് സെറ്റാക്കി എടുത്തിരുന്ന ബേസിൻ്റെ മേലേക്ക് ഈ മിക്സ് ഒഴിച്ചു കൊടുത്ത് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം, എയർ ബബിൾസ് ഉണ്ടെങ്കിൽ എസ്കേപ്പ് ആവാൻ വേണ്ടി. ഇനി ഇത് വീണ്ടും ഫ്രിഡ്ജിൽ വെച്ച് ഒരു 2 മണിക്കൂറോളം ഫ്രിഡ്ജിൽ വെച്ച് സെറ്റാക്കി എടുക്കാം. ഈ ടൈമിൽ നമുക്ക് ടോപ്പ് ലെയർ റെഡിയാക്കി എടുക്കാം. അതിനായിട്ട് 1/2 കപ്പ് കറുത്ത മുന്തിരിയും 1/2 കപ്പ് വെള്ളവും കൂടി ആഡ് ചെയ്ത് നന്നായി തിളപ്പിക്കാം. മുന്തിരിയൊക്കെ നന്നായിട്ട് ഉടച്ചു കൊടുക്കാം. മുന്തിരിയൊക്കെ നന്നായി ഉടഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് സ്വിച്ച് ഓഫ് ചെയ്ത് തണുക്കാനായിട്ട് വയ്ക്കാം. തണുത്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. കുരുള്ള മുന്തിരി ആയതുകൊണ്ടാണ് ഞാൻ സ്ട്രെയിൻ ചെയ്തെടുക്കുന്നത്, അല്ലെങ്കിൽ സ്ട്രെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. ഇനി നമുക്കിത് ഒന്നും കൂടി കുക്ക് ചെയ്തെടുക്കണം. ഇതിലേക്ക് 1/4 കപ്പോളം പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നന്നായി ബോയിൽ ചെയ്യാം. ബോയിൽ ആയതിനു ശേഷം അഗർ അഗറിൻ്റെ പൗഡർ 1 ടീസ്പൂൺ ആഡ് ചെയ്ത് കൊടുക്കാം. അഗർ അഗറിൻ്റെ പൗഡർ നന്നായിട്ട് മിക്സ് ആവുന്ന വരെ നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഒരു 5-6 മുന്തിരിയും കൂടി ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. അത് ഓപ്ഷണലാണ് കേട്ടോ. ഇനി സ്വിച്ച് ഓഫ് ചെയ്ത് നമുക്കിത് തണുക്കാനായിട്ട് വെക്കാം. നന്നായി തണുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ചീസ് ഫില്ലിങ്ങിൻ്റെ മേലെ നമ്മുടെ ഈ ഗ്രേപ്സിൻ്റെ മിക്സും കൂടി ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് ഫ്രിഡ്ജിൽ ഒരു 4-5 മണിക്കൂറോളം സെറ്റ് ആവാനായിട്ട് വെക്കാം. അതിനുശേഷം നമ്മുടെ കേക്ക് പുറത്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ സെറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ മോളുടെ ബർത്ത്ഡേക്ക് ഉണ്ടാക്കിയ കേക്കാണ്. മോളുടെ ഒരു ഫോട്ടോ ഇതിൻ്റെ മേലെ വെച്ചു, കുറച്ച് മുന്തിരിയും കൂടി വെച്ചു. വേറെ ഡെക്കറേഷനൊന്നുമില്ല. ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ ടിന്നിൻ്റെ സൈഡിൽ ഇതുപോലെ ഒന്ന് കത്തിയോണ്ട് ഒന്ന് സൈഡിൽ നിന്നൊന്ന് വിടിയിച്ചെടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ഗ്രേപ്പ് ചീസ് കേക്ക് ഇതാ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്തിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കുക. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാമെന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളോട് ബൈ പറഞ്ഞു പോകുന്നു. നിങ്ങളുടെ സ്വന്തം ശ്രുതി മകേഷ്.